ആളുകളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ച ട്രാഫിക് വാർഡനുമായി തർക്കമുണ്ടാവുന്നത് കണ്ട് ഇടപെട്ട ഓട്ടോ ഡ്രൈവർമാരിൽ 2 പേർക്ക് മർദ്ദനമേറ്റു. സംഭവങ്ങളിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത അടൂർ പോലീസ് പ്രതികളെ ഉടനടി കസ്റ്റഡിയിൽ എടുത്തു. അടൂർ ചേന്നമ്പള്ളി ബിജി നിവാസിൽ 35-കാരൻ വിജിലാൽ, സഹോദരൻ 31-കാരൻ വിനുലാൽ, പെരിങ്ങനാട് കുന്നത്തുകര റോബിൻ വില്ലയിൽ 37-കാരൻ പ്രിൻസ് രാജു, പെരിങ്ങനാട് പാറക്കൂട്ടം അമ്പനാട്ടുപള്ളിക്ക് സമീപം അംബേദ്കർ ഭവനത്തിൽ 34-കാരൻ അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച വൈകിട്ട് 7:30 അടൂർ 14 മൈൽ ലൈഫ് ലൈൻ ആശുപത്രിക്ക് മുന്നിലാണ് സംഭവം. മോട്ടോർ സൈക്കിളിൽ വന്ന 1 മുതൽ 3 വരെ പ്രതികൾ ആളുകളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്ന് ട്രാഫിക് വാർഡൻ റജി വർഗീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. റജി മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തിയത് അവർ ചോദ്യം ചെയ്തു. തുടർന്ന് പ്രതികൾ ഭീഷണി മുഴക്കുകയും മറ്റും ചെയ്തപ്പോൾ സമീപത്തുള്ള ടാക്സി സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇടപെടുകയും ചിലർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഇവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം അടൂർ ഭാഗത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയ പ്രതികൾ രാത്രി 8ഓടെ തിരിച്ചെത്തി വീഡിയോ എടുത്തുവെന്ന് കരുതിയ ആളിനെ ആദ്യം മർദ്ദിക്കുകയായിരുന്നു. പെരിങ്ങനാട് തൊഴിവിളപ്പടി മേലൂട് ഹിമം ഹൌസിൽ ഷാജിയെയാണ് ആദ്യം 4 പേരും ആക്രമിച്ചത്. ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടു. അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാജിയുടെ മൊഴി രേഖപ്പെടുത്തി SI നകുലരാജനാണ് കേസ് എടുത്തത്. തുടർന്ന് രാത്രി 8:45 ചേന്നമ്പള്ളി ജംഗ്ഷനിൽ വെച്ച് ലൈഫ് ലൈൻ ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ പെരിങ്ങനാട് തൊഴിവിളപ്പടി കളീക്കൽ പുത്തൻ വീട്ടിൽ ശ്രീകുമാറിനെ പ്രതികൾ ഓട്ടോറിക്ഷ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെയും പരിചയക്കാരനായ ട്രാഫിക് വാർഡൻ റജി വർഗീസുമായി പ്രതികൾ തർക്കത്തിലേർപ്പെടുകയും ഭീഷണി മുഴക്കുകയും മറ്റും ചെയ്തപ്പോൾ ഇടപെട്ടതായി മൊഴിയിൽ പറയുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.